കണ്ടോ ആ തല വെച്ചിരിക്കണേ ഇരുപിടിക്കട്ട അല്ല നെല്ലിക്കാ കിഴിയാ. ഒയ്യോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ലേശ ബുദ്ധിപരമുണ്ട്. ചങ്കെ കുത്തുന്ന വർത്താനം പറയാതെ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള കാശ് പോലും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ കൂത്തരങ്ങ് പണിയുന്നത്? ഇത് നല്ല കൂത്ത് കൊന്നുകളയും തല്ലിക്കൊല്ലും. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? തന്നെ അല്ലടോ നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും. നമ്പ്യാർ സാറേ അങ്ങനെ ആവട്ടെ. ഇവിടെ വാടോ. ഞാൻ വരണോ? അവിടെ അവിടെ അവരെല്ലാം പൊളിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. ഇത് വൈഫിന്റെ ഒരു വഴിപാടാ. കിഴി വഴിപാട്. ഹളിനിത് പോന്നു. ഞാൻ വന്നിട്ട് കുറെ നേരമായി. അവിടെ അളിയൻ കൂത്തരങ്ങ് പൊളിച്ച് പണിയുന്നുണ്ട്. ഇവരെനിക്കൊരു സ്വീകരണം തന്നു. നല്ല സ്നേഹമുള്ളവര്. സ്നേഹിച്ചാൽ ഇവരങ്ങ് തിന്നു. വെറുതെ തിന്നുകളയില്ല, ചവച്ച് ചവച്ച് അരച്ച് തിന്നും. ആ വരെ പണിയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. ഇല്ല ഫണ്ട് ഉണ്ടെങ്കിലേ പണി നടക്കൂ. നമ്പ്യാർ സാറേ ഇങ്ങേരുന്ന് എവിടെ പോവുക? നമ്പ്യാർ സാറേ നമ്പ്യാർ സാറേ ദേ ഇവിടെ ഒരു രഹസ്യം കൂത്തരമുണ്ട്. നമുക്ക് അതുകൂടെ പൊളിച്ചാൽ. ഒരിടത്ത് ഒരെണ്ണം പൊളിച്ചിട്ടത് പോരെ, ഇനി ഇതുകൂടെ പൊളിക്കണോ? വലിപ്പം പോരടോ, നമുക്ക് കുറച്ചുകൂടെ വലുതാക്കാം. അളിയാ ഇതിന്റെ ആൾ ഇദ്ദേഹം അല്ല. ആളിയൻ റൈറ്റ്. ഇതിന്റെ വാരേതാ? അതെ ഒരു കിഴി കൊണ്ടൊന്നും പട്ടവർത്തി എത്തുകയല്ല. ഇവിടുന്ന് ഒരു കിഴി വാങ്ങിച്ച് താൻ എനിക്ക് താ, ഞാൻ അതും തലയിൽ വെച്ചോണ്ട് ഇവിടെ ഇരുന്നോളാം. കിഴിയും കൊണ്ട് ഇവിടെ ഇരുന്നാ മതിയോ? എടോ കാശില്ലാതെ അങ്ങോട്ട് ചെന്നാൽ അവരെന്നെ തല്ലി തല്ലി കൊല്ലും. എന്നാ കിഴി ഇവിടെ കിട്ടും, അതും തലയെ വെച്ചോട്ട് ഇരുന്നാ. എടോ എടോ നമ്പ്യാറിനാളിയാ നിക്കടോ അവിടെ. ബീഡി ഒന്നും വലിക്കാവുന്ന ആത്മാർത്ഥമായിട്ട് പണിയെടുക്ക്. ഒന്നുമില്ലെങ്കിൽ ഇതൊരു വഴിപാടല്ലേ? എടോ എന്താ താൻ പറഞ്ഞ വഴിപാടോ? അതെ വഴിപാട്. ഈ റോഡ് ക്ഷേത്രം വരെ ടാർ ചെയ്യാനുള്ള ഒരു വഴിപാട്. ആരുടെ? ഒരു മുതലാളിയുടെ. ഈശ്വര ചതിച്ചോ? ചതിച്ചു. ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇല്ല. അയ്യോ എന്നാ ഈ വഴി വെട്ടിപ്പൊളിക്കല്ലേ. എന്താ കാര്യം? കാര്യമുണ്ട്. ഇതിന്റെ ഫണ്ട് വന്നിട്ടാണോ ഈ പണി തുടങ്ങിയത്? അല്ല, ഇതിന്റെ ഫണ്ട് അടുത്ത ശനിയാഴ്ച വരുമെന്നാ മുതലാളി പറഞ്ഞത്. അയാള് മുതലാളി അല്ല, ലേശം ബുദ്ധിഭ്രമമുള്ള ആളാണ്. അയാളുടെ ഫണ്ടും ഇല്ല, ഒരു മണ്ണാങ്കട്ടയിൽ. ഇയാളെ അളിയനാ അയാള്. ആരാണോ നീ? ഞാനെങ്ങനെയാണോ നിന്റെ അളിയനാവുന്നേ? ഇതാ ഞങ്ങളുടെ മുതലാളി. അയ്യോ ഈശ്വര, ഞാൻ എനിക്ക് വട്ടാണെന്നല്ലേ? എനിക്ക് ഫണ്ടില്ലെന്നാരാ പറഞ്ഞ? നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ ഇപ്പൊ വരാം. മുരുകൻ ചിട്ടി ഫണ്ട്, ലക്ഷ്മി ചിട്ടി ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹേയ് കേട്ടു തുടങ്ങിയപ്പോഴേക്കും മേലാസകലം കോരി തരിച്ചു. രമണ, നമ്മുടെ ടാർ വീപ്പ് ഉണ്ട് മുതലാളി. എന്നാ ഇവനൊന്ന് മുക്കി വിട്ടേരെ. ഇവന്റെ തിളച്ചട്ടാറാണോ? അയ്യോ എനിക്ക് പ്രാണവേദന ഉച്ചയ്ക്ക് വീണമായി. നിനക്ക് ചിരി വരുന്നു, നിനക്കോ? വരില്ല. ടെലഗ്രാം കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ കാഞ്ഞു പോയിന്ന്. എന്നെ കൊല്ലാനായിട്ടാ വിളിച്ചു വരുത്തിയത്. ഈ കളി ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ മോനെ, ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ചാലും നമ്മുടെ ഓട്ടം തീരില്ല. മണ്ണെണ്ണ തീരാറായി, ഒരു ടിന്നും കൂടി വേണം. അതും തികയും തോന്നില്ല. ഇവിടെ അടുത്ത് എണ്ണപ്പാടം വല്ലതും ഉണ്ടോ? എന്തിനാ? ഒന്ന് മുങ്ങാൻ. ഒന്ന് വേഗം തേച്ചൊരിച്ച് കളയി. 10:30 വണ്ടിക്ക് മടങ്ങി പോകാനുള്ള. അമ്മാവൻ ഇപ്പൊ തന്നെ പോണോ? പോയിട്ട് അമ്മായിയെ വിളിച്ചോണ്ട് വരാം. കുറച്ചു ദിവസം നിങ്ങളോടൊപ്പം താമസിക്കാം. ഈ കണക്കിന് പോയാ എന്റെ വീട് ജപ്തി ചെയ്യുമെന്നാണ് തോന്നുന്നത്. പോയിട്ട് വരാം മക്കളെ. നിങ്ങൾ വിഷമിക്കണ്ട. ഇവനെപ്പോലെ നിനക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എരുതി നിൽക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ, അത് ഈശ്വരൻ കാണാതിരിക്കില്ല. ഇവിടെ വന്നപ്പോ മുതൽ കാണുക, എവിടെ നോക്കിയാലും കല്യാണം. തനിക്ക് കല്യാണം കഴിക്കണം? താലി താലി. ഇനി മാല 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 എടുക്ക് വേഗം. റൗണ്ട് റൗണ്ട്. അയ്യോ വേഗം വേഗം. ലവ് ലവ്. ഇതെവിടെ ചെന്നെത്തുവോ നന്നായിരിക്കട്ടെ. മതി.
ഓക്കെ ഓക്കെ. ഞങ്ങളിങ്ങനെ വെറുതെ തമാശക്ക് ഓരോ അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. എന്റെ ഏട്ടന്മാരെ വിട്ടിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ എനിക്കും കഴിയില്ല. ഇത് വെറുതെ ഒരു തമാശക്ക്. അയ്യോ കാലി വീട് കാലി വീട്. എന്തീശ്വരാ. ആ. ഞാൻ നിന്നെ തിരക്ക് നടക്കല്ലായിരുന്നു. എടാ താഴെയാടാ, നീ ഇനി വന്നേ. എന്താ നീ ഇതെവിടെ പോവുക? ഞാനാ ഭാര്യ തിരക്ക് പോവാ. പിന്നെ ഇതാരാ നിന്റെ തന്തയാ? അയ്യോ ചേട്ടനായിരുന്നോ? മൂക്കിനെന്ത് പറ്റി? നീര് വെച്ചിരിക്കുന്നു. ആ അതെ, കാറ്റുപോത് കുത്തിയതാ. ദേഹമാസകലം നീര് വരാതിരിക്കാനാ ഞാൻ ദേ ഇത് വെച്ചോണ്ട് തിരക്കണത്. ആ ശശാങ്കനും കൂട്ടരും എന്നെ തേടി നടക്കുക. അവന്മാരുടെ കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ തീരെ ഗർഭവാസം പറഞ്ഞിട്ടെന്താ കാര്യം? ആശുപത്രി കിടക്കുക. ദേ പോണത് കണ്ടില്ലേ? അവന്മാരുടെ കൈ പെടുന്നതിന് മുമ്പ് ഒരു 15 സെന്റ് സ്ഥലം വിട്ട് കൂത്തരങ്ങിന്റെ പണി തുടങ്ങണം. ഇല്ല ഈ കൈ കാണുക അല്ലെ കാലും കാണുക. ചേട്ടൻ എന്തിനാ പേടിക്കണേ? പാർട്ടി റെഡി ക്യാഷ് ആയിട്ടാ വന്നിരിക്കുന്നത്. റെഡി ക്യാഷ്? റെഡി ക്യാഷ് കിട്ടുമോ? കിട്ടും. എന്റെ ദേവി, എന്നാ സമയങ്ങളെ ആദ്യം വാ. ദേ ഇതാ മുതലാളി. നമസ്കാരം മുതലാളി. നമസ്കാരം. അയ്യോ ഈശ്വര, പിന്നെ ഇയാളാ? ഞാനിത് മുഴുവൻ അങ്ങ് വാങ്ങിച്ചേക്കാം. എന്താ താനിങ് വന്നേ. ഇതാണോ ആള്? അതെ, ബെസ്റ്റ് പാർട്ടിയാ. പക്ഷെ എന്റെ കമ്മീഷൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തരണം. പിന്നെന്താ, ഇപ്പൊ തന്നെ നന്നാക്കാം. ഇത് അഡ്വാൻസ്, ബാക്കി പിന്നെ. എന്താ ഇതൊക്കെ? താനെന്താ വല്ല സർക്കസിൽ നിന്നും വരുവാണോ? ഏയ് സർക്കസിലേക്ക് പോവുക. വേണമെങ്കിൽ താനും കൂടെ പോരെ. നമുക്ക് അവിടെ ചെന്ന് ഒരുപാട് തമാശകൾ കാണിക്കാം. എന്തോ കള്ള വാരിയോനെ. അയ്യേ, ഞാൻ വാരൊന്നുമല്ല. എന്റെ പേര് ജോസഫ് എന്നോ പറ്റുവാ. ഞാനേ സർക്കസിലെ ജോക്കറാ. തന്റെ മൂക്കേ ഞാൻ ഇടിച്ച് ഇതേ ഷേപ്പിലാക്കി തരാം. മേനാൽ ഇത് വെക്കേണ്ടി വരില്ല. കാര്യം പറയട്ടെ. എടോ, താൻ 5 ലക്ഷം രൂപ ഈ നിൽക്കുന്ന നമ്പ്യാരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒപ്പിട്ട് കൊടുത്തതിന്റെ രസീതല്ലേ ഇത്? എന്റെ അമ്മയാണ് സത്യം. ഒരു പൈസ പോലും ഈ മനുഷ്യൻ എനിക്ക് തന്നിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. എന്റെ അളിയൻ ശിവരാമൻ 5 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുത്തതാ. അതിന്റെ രസീത് ഞാനും കണ്ടതാ. ഇപ്പൊ കാര്യം കേട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇടി തുടരട്ടെ. ഒരു മെഗാ സീരിയല് പോലെ ഇടി ഒരിക്കലും അവസാനിക്കരുത്. നിർത്താതെ ഇടയ്ക്ക് പരസ്യം പോലും പാടില്ല. നീ വിഷമിക്കുന്നടാ. ഇനി ഒരു കാര്യത്തിലും ആരും പേടിക്കണ്ട. എന്താ കാര്യം? അജയ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തുറക്കാൻ പോ. അറിഞ്ഞോ? വിജയൻ അന്തം വിട്ടിരിക്കുന്നു. എടാ പങ്കൻ. പങ്കൻ, നീ ഇന്നു മുതല് പേന പങ്കനല്ല, നമ്മുടെ കമ്പനിയുടെ മെയിൻ സൂപ്പർവൈസറാ. വീണ്ടും കയ്യിൽ നിന്ന് പോയോടാ ചന്ദ്രു? എന്തുവാടാ ഇടയ്ക്ക് പിറുപിറുക്കുന്നത്? നീ ചോദിച്ചൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് വീണ്ടും പഴയ തുടങ്ങിയോന്ന്. അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണ് മോനെ. നിങ്ങളുടെയൊക്കെ മനസ്സ് ഈശ്വരൻ കണ്ടു മക്കളെ. ഈശ്വരൻ മനുഷ്യരൂപത്തിൽ എന്റെ മുമ്പിൽ വന്നു. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തുറക്കാൻ പോകുന്നത്. അദ്ദേഹം വന്നിട്ടുണ്ട്. നിന്നെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാം. യെസ് മിസ്റ്റർ റെഡ്ഡി. നമസ്കാരം മക്കളെ. എന്താടാ അന്തം വിട്ട് നോക്കി നിൽക്കുന്നേ? നമസ്കാരം പറയടാ. നമസ്കാരം.